നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കൊല്ലത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ലെന്നും പ്രചാരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നതായും സ്ഥാനാർത്ഥിയുടെ പരാതി. അതേസമയം ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നീക്കമെന്നാരോപിച്ച് ഊമക്കത്തും പ്രചരിക്കുന്നു. കൊല്ലത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് കാത്തിരുന്ന ആൾ 2 മാസം മുൻപ് 2500 ഫ്ലെക്സ് ബോർഡ് നിർമ്മിക്കാൻ ചാത്തന്നൂരിൽ ഓർഡർ നൽകിയെന്നും ഈസ്റ്റർ ആശംസാ കാർഡുകൾ ഈസ്റ്ററിന്റെ അന്ന് വൈകിട്ട് 6 മണിക്ക് ബൂത്തുകളിൽ എത്തിച്ചിട്ടും വിതരണം ചെയ്തില്ലെന്നും 400-500 വീടുകളുള്ള ബൂത്തിൽ 40 നാമനിർദ്ദേശ അറിയിപ്പ് ലഘുരേഖകൾ നൽകിയെങ്കിലും അത് വെച്ചിടത്ത് തന്നെ ഇരിക്കുന്നുവെന്നും ഉത്സവങ്ങളും പൊങ്കാലകളും തുടങ്ങിയ 10 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാതെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വോട്ടർമാരെ അറിയിക്കുന്ന ലഘുരേഖയിൽ തീയതി പോലും തെറ്റിച്ചടിച്ചുകൊണ്ട് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നവർ പ്രചാരണം അട്ടിമറിക്കുകയാണെന്ന് ആക്ഷേപം. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ലെന്നും പ്രചാരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നതായുള്ള സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ RSS ഇടപെട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആളെയും നിയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥി ആവുകയെന്നായിരുന്നു വിവരം. ഇതിനെ വെട്ടിയാണ് പാർട്ടി നേതൃത്വം നടൻ കൂടിയായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലുള്ള അതൃപ്തിയാണ് നിസ്സഹകരണതയ്ക്ക് കാരണമെന്നാണ് കൃഷ്ണകുമാർ അനുകൂലികളുടെ പരാതി.